മൂന്നാം നരേന്ദ്രമോദി സർക്കാർ വൈകിട്ട് 7:15 രാഷ്ട്രപതി ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. വിപുലമായ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം 30ഓളം മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചന. ബംഗ്ലാദേശ്, മാലദ്വീപ്, ശ്രീലങ്കൻ, നേപ്പാൾ ഭരണാധികാരികളും ചടങ്ങിൽ പങ്കെടുക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. രാജ്യസഭാ പ്രതിപക്ഷ കക്ഷി നേതാവ് എന്ന നിലയിലാണ് പങ്കെടുക്കുക. രാഷ്ട്രപതി ഭവനിൽ വൈകിട്ട് 7:15 സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കുക. നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടൊപ്പം വിവിധ ഘടകകക്ഷികൾ ഉൾപ്പെടെ 30ഓളം മന്ത്രിമാരും അധികാരമേൽക്കും. ക്ഷണം ലഭിച്ച കേന്ദ്രമന്ത്രിമാർക്ക് മോദിയുടെ ലോക് കല്യാൺ മാർഗിലെ വസതിയിൽ ചായ സത്കാര വിരുന്ന് സംഘടിപ്പിച്ചിരുന്നു. രാവിലെ രാജ്ഘട്ടിലെത്തി മോദി പുഷ്പാർച്ചന നടത്തി. മൂന്നാം NDA സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിദേശ പ്രാതിനിധ്യവും കൂടുതലാണ്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു, മൗറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് ജുഗ്നാഥ്, ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ, നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമാൽ ദഹൽ എന്നിവർ പങ്കെടുക്കും. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടക്കം ലോക നേതാക്കൾ ആശംസകൾ അറിയിച്ചു. നടൻ രജനീകാന്ത്, മോഹൻലാൽ എന്നിവർക്കും ക്ഷണമുണ്ട്. 2500ഓളം പോലീസ് അർദ്ധസേനാ വിഭാഗങ്ങളാണ് വേദിക്ക് സമീപം വിന്യസിച്ചിരിക്കുന്നത്. ദില്ലിയിൽ 3 മണി മുതൽ രാത്രി 11 വരെ വ്യോമാതിർത്തികളിലും നിയന്ത്രണങ്ങളുണ്ടാകും. മതപുരോഹിതർ, അഭിഭാഷകർ, ഡോക്ടർമാർ, കലാകാരന്മാർ, സാംസ്കാരിക പ്രവർത്തകർ, കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ എന്നിങ്ങനെ 1000ഓളം പേർ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കും. കൈരളി ന്യൂസ്, ദില്ലി. ദില്ലിയിൽ നിന്ന് വിഷ്ണു കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. വിഷ്ണു, ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ BJP-യിൽ നിന്ന് 36 മന്ത്രിമാരുണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. മുതിർന്ന നേതാക്കൾ ഇപ്പോൾ നിതിൻ ഗഡ്കരിയുണ്ട്, രാജ്നാഥ് സിംഗ് ഉണ്ട്, ശിവരാജ് സിംഗ് ചൗഹാൻ ഉണ്ട്, അതുപോലെ തന്നെ നിർമ്മല സീതാരാമൻ അടക്കമുള്ളവരൊക്കെ മന്ത്രിസഭയിലേക്ക് വരുന്നു എന്നാണ് നമ്മുടെ മുൻപിലുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ. മനു, തീർച്ചയായിട്ടും നിലവിലത്തെ സാഹചര്യത്തിൽ BJP മന്ത്രിമാരുടെ ലിസ്റ്റാണ് പുറത്തു വന്നിരിക്കുന്നത്. BJP-യിൽ നിന്നും 36 പേരാണ് മന്ത്രിസ്ഥാനത്തേക്ക് വരിക. പ്രധാനമന്ത്രിയെ കൂടാതെ രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി, അമിത് ഷാ, നിർമ്മല സീതാരാമൻ ഇവർ 4 പേര് പ്രധാനമായിട്ടും മന്ത്രിസഭയിലുണ്ടാകും. ഒഡീഷയിൽ നിന്ന് അശ്വിനി വൈഷ്ണവ്, മഹാരാഷ്ട്രയിൽ നിന്ന് പീയൂഷ് ഗോയൽ, ഗുജറാത്തിൽ നിന്ന് മൻസുഖ് മാണ്ഡവ്യ, രാജസ്ഥാനിൽ നിന്ന് അർജുൻ മെഹ്വാൾ, അതോടൊപ്പം തന്നെ ശിവരാജ് സിംഗ്, തമിഴ്നാട്ടിൽ നിന്ന് അണ്ണാമലൈ, കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി, ഹരിയാനയിൽ നിന്ന് മനോഹർലാൽ ഖട്ടർ ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ കിരൺ റിജിജു, ജിതേന്ദ്ര സിംഗ്, കിഷൻ റെഡ്ഡി, തെലങ്കാനയിൽ നിന്ന് കിഷൻ റെഡ്ഡി, ഹർദീപ് പുരി, ഗിരിരാജ് സിംഗ്, നിത്യാനന്ദ റായ്, പങ്കജ് ചൗധരി, BL വർമ്മ, അന്നപൂർണ ദേവി ഇത്തരത്തിലുള്ള പേരുകൾ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. 36 പേരുടെ പട്ടികയാണ് BJP-യിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. സഖ്യകക്ഷികളിൽ നിന്ന് 12-ലധികം പേരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. JDU, TDP ഉൾപ്പെടെയുള്ള പാർട്ടികൾ, അതോടൊപ്പം തന്നെ HD കുമാരസ്വാമിയും ഈ ഒരു മന്ത്രിസ്ഥാനത്തേക്ക് ഉണ്ടാകുമെന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അല്പം മുന്നേ നരേന്ദ്രമോദിയുടെ വസതിയിൽ ഇവർക്കൊക്കെ തന്നെ ഒരു ചായ സത്കാരം നടത്തിയിരുന്നു. അതിൽ ഇവരൊക്കെ തന്നെ പങ്കെടുക്കുകയും ചെയ്തു. കേരളത്തെ സംബന്ധിച്ച് തുടക്കത്തിൽ പല പേരുകൾ ഇത്തരത്തിൽ അഭ്യൂഹങ്ങളെ ഉയർന്നു വന്നിരുന്നു. അതിൽ തന്നെ സുരേഷ് ഗോപിയുടെ പേരിന് പുറമെ ജോർജ് കുര്യൻ, അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ ഇവരുടെ പേരുകളൊക്കെ തന്നെ ഉയർന്നു വന്നിരുന്നെങ്കിലും ആദ്യ പട്ടികയിൽ കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയുടെ പേര് മാത്രമാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്ന് 2 മന്ത്രിസ്ഥാനങ്ങളാണുള്ളത്. ഒന്ന് നിർമ്മല സീതാരാമൻ കഴിഞ്ഞ 2ാം മന്ത്രിസഭയിൽ ധനകാര്യ മന്ത്രിയായിരുന്നു. അപ്പോൾ നിർമ്മല സീതാരാമനും ഇതിന് പുറമെ അണ്ണാമലയും, തമിഴ്നാട് BJP സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലയുടെയും പേരുകളാണ് ആദ്യ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദില്ലിയിൽ നിന്ന് കമൽജിത്ത് ഷെരാവത്തായിരിക്കും ദില്ലിയിൽ നിന്നൊരു മന്ത്രിപദത്തിലേക്ക് എത്തുക എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും BJP-യെ സംബന്ധിച്ച് ഏറെക്കുറെ കാര്യങ്ങൾ, ലിസ്റ്റുകളൊക്കെ തന്നെ പുറത്തുവിടാൻ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇവരെയൊക്കെ തന്നെ മന്ത്രിമാരുടെ പേരുകൾ പുറത്തുവിടുമ്പോൾ പോലും വകുപ്പുകൾ ഏതൊക്കെയാണ് എന്നൊരു കാര്യത്തിൽ ഇപ്പോഴും ചില അവ്യക്തതകൾ തുടരുന്നുണ്ട്. കാരണം BJP കീ പോസ്റ്റുകൾ, സുപ്രധാനപ്പെട്ട താക്കോൽ സ്ഥാനങ്ങൾ കൈവിടാൻ തയ്യാറല്ല എന്നതാണ് ഈ ഒരു അവസാന നിമിഷവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനു, ശരി. വിവരങ്ങളാണ് വിഷ്ണു ദില്ലിയിൽ നിന്ന് നൽകിയത്. കേന്ദ്രമന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച കാര്യങ്ങൾ, പ്രധാനമായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാർ ഒക്കെയാണ് വിഷ്ണു നമ്മളോട് സംസാരിച്ചത്.